നീറ്റ് യുജി പരീക്ഷയുടെ പുതിയ തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജൂൺ 21-നാണ് പുതിയ പരീക്ഷാ തീയതി എന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. റഷീദ് ബിൻ മുഹമ്മദ് തുടരുന്നുണ്ട്. റഷീദ്, അതായത് ഇനിയിപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഫീസ് അടയ്ക്കുകയോ അപ്ലൈ ചെയ്യുകയോ ആവശ്യമില്ല. നേരത്തെ പരീക്ഷ എഴുതിയ ആളുകൾക്ക് വീണ്ടും ജൂൺ 21-ന് പരീക്ഷ എഴുതാമെന്നുള്ളതാണോ തീരുമാനം? ഇക്കാര്യം നേരത്തെ തന്നെ NTA വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതായത് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരീക്ഷ റദ്ദാക്കിയതിനു ശേഷം തന്നെ പുതിയ പരീക്ഷാ തീയതി പ്രഖ്യാപിക്കും. അതോടൊപ്പം ഈ വിദ്യാർത്ഥികളും ഒന്നും തന്നെ പുതിയ തരത്തിൽ ഫീസ് അടക്കുകയോ അപേക്ഷ നൽകേണ്ടതില്ല എന്നുള്ള കാര്യം NTA വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രസ്താവനയിലും അക്കാര്യം NTA ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ പുതുതായി പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ല. നേരത്തെ പരീക്ഷ എഴുതിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകൾ, അതായത് പുനഃപരീക്ഷ എഴുതാൻ സാധിക്കുമെന്നുള്ളതാണ്. അതേസമയം പുതിയ ഹാൾ ടിക്കറ്റുകൾ ഉടൻ തന്നെ വിതരണം ചെയ്യും. പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരു പക്ഷേ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ NTA നൽകുന്നുണ്ട്. കാരണം നേരത്തെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് പരീക്ഷാ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ പുതിയ ഹാൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ജൂൺ 3-ാം തീയതിയായിരുന്നു ഏപ്രിൽ 3-ാം തീയതിയായിരുന്നു ഈ പരീക്ഷ നടന്നിരുന്നത്. പിന്നീട് ഇത് റദ്ദാക്കുകയായിരുന്നു. നിലവിൽ തീർച്ചയായും പഴയ പരീക്ഷ റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂൺ 21-നാണ് നീറ്റ് പരീക്ഷ നടക്കുന്ന പുതിയ തീയതി. റഷീദ് ബിൻ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.